The Real FM 103.6. ശ്രദ്ധ. ഇക്കഴിഞ്ഞ ദിവസം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്രവേശന കവാടത്തിന് സമീപത്തെ ഇരുചക്ര പാർക്കിംഗ് സ്ഥലത്ത് വൻ തീപിടുത്തമുണ്ടായി. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പൊതുജനങ്ങൾക്കോ പരിക്കുകളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 250-ലധികം ബൈക്കുകളാണ് നിമിഷനേരം കൊണ്ട് പൂർണ്ണമായോ ഭാഗികമായോ കത്തിയമർന്നത്. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്നാദ്യം പ്രതികരിക്കുന്നു ഈ അപകടത്തിന്റെ ദൃക്സാക്ഷിയും അപകടത്തിൽ സ്വന്തം വാഹനം നഷ്ടപ്പെടുകയും ചെയ്ത തൃശൂർ മനക്കുടി സ്വദേശി ആനന്ദ്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ മാരേജ് ഫംഗ്ഷന് വേണ്ടിട്ട് ചേർത്തല പോകാൻ വേണ്ടിട്ട് 6:45 ട്രെയിൻ. ഏകദേശം ഒരു 6:27 കൂടിയിട്ടാണ് അവിടെ എത്തുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് ഗേറ്റിലായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ഒരു ലേഡി, അവിടുത്തെ പാർക്കിംഗ് സ്റ്റാഫ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അങ്ങോട്ട് കയറ്റി വെച്ചോന്ന് പറഞ്ഞു. ഞാൻ അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത് തിരിച്ച് നടന്നു വരുമ്പോഴാണ് പുള്ളിക്കാരി അവിടെ ചെറുതായിട്ടൊരു പുക വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടി വരുന്നത് കണ്ടത്. മോനെ ഓടി വായോ, അവിടെ തീ പിടിച്ചുവിടാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൺ ദ സ്പോട്ടിൽ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ വണ്ടി വെക്കുന്ന അവിടേക്കാണ് പാർക്കിങ്ങിലേക്ക് കയറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡില് സെക്കൻഡ് റോയിലായിട്ടാണ് ഒരു പാഷൻ പ്രോ അല്ലെങ്കിൽ ഗ്ലാമർ ഓർ യൂണിക്കോൺ. വണ്ടി കവേർഡ് ആയിരുന്നു. അതായത് ഒരു സിൽവർ കളറിലുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വണ്ടിയുടെ നെയിമോ കാര്യങ്ങളോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഞാൻ അവിടെ ചെന്നവർക്ക് അതിന്റെ സൈഡിലായിട്ട്, അതായത് വണ്ടിയുടെ ടാങ്കിന്റെ അടിഭാഗത്തായിട്ടാണ് തീ കത്തുന്നതായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഓടിപ്പോയി അവിടെ തൊട്ടടുത്ത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇരുന്നു നനയ്ക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വെള്ളം എടുത്ത് ഒഴിച്ചു, കെട്ടില്ല. ദെൻ എന്റെ ഒരു ഫ്രണ്ട് നന്ദുകിഷോർ എന്നാണ് പേര്, അവനും ഉണ്ടായിരുന്നു എന്റെ കൂടെ. അവൻ അവിടെ കാർ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു. അവൻ ഓടി വന്നു. അവൻ നേരെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്ന് ഫയർ എക്സ്റ്റിങ്ഷൻ എടുത്തു കൊണ്ടു. അതെടുത്തു കൊണ്ടു ഞങ്ങൾ അതും യൂസ് ചെയ്തു. പക്ഷെ ആകെ കൂടി അതിന്റെ ഉള്ളിൽ അറൌണ്ട് ഒരു 400+ വെഹിക്കിൾസ് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു ഫയർ എക്സ്റ്റിങ്ഷർ ആണ് അതിന്റെ ഉള്ളിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതും ഡേറ്റ് കഴിഞ്ഞ പോലത്തെ അത്രയും പഴക്കമുള്ള ഒരു സാധനം. അത് മാത്രല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ആ ലേഡി, പുള്ളിക്കാരി ഈ ഫയർ പിടിച്ച ടൈമില് നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരതിന് ട്രെയിൻഡ് ആയിരിക്കണം. എന്താണ് ബേസിക് ആയിട്ട് ഫയർ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് അവർ ബോധേഡായിരിക്കണം. അവര് വെള്ളം അന്വേഷിച്ച് പോവായിരുന്നു. അല്ലാണ്ട് ഫയർ എക്സ്റ്റിങ്ഷർ അവിടെ ഉണ്ട് എന്നുള്ള പോലെ ആൾക്ക് അറിയില്ല. പുള്ളിക്കാരി അല്ല ഇത് എടുത്തത്. എന്റെ ഫ്രണ്ടാണ് അവിടെ ഉള്ളിൽ പോയിട്ട് ഈ സാധനം എടുത്തു കൊണ്ടിട്ട് യൂസ് ചെയ്തത്. പുള്ളിക്കാരിക്ക് അതെങ്ങനെ യൂസ് ചെയ്യുക ഒരു കാര്യം അറിയില്ല. ആളെ എനിക്ക് 20 ലിറ്ററിന്റെ മിനറൽ വാട്ടറിന്റെ ക്യാനാണ് കൊണ്ടു തന്നത്, ഇതിന്ന് വെള്ളം ഒഴിച്ച് കെടുത്താൻ വേണ്ടിട്ട്. എന്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ട് ശ്രമിച്ചു. പക്ഷെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ഫയർ എക്സ്റ്റിങ്ഷറും കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒരു പ്രോപ്പറായി വർക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനം, ഞാനിപ്പോ അതിൽ എക്സ്പെർട്ട് ആയിട്ടല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. പക്ഷെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ഫയർ അവിടെ തന്നെ ആ ഇൻസിഡന്റ് സോൾവ് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ള സോഴ്സ് യൂസ് ചെയ്ത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. പിന്നീട് സൗണ്ട് മാറി തുടങ്ങി. അതായത് പെട്രോൾ ലീക്ക് ആയിട്ടാന്ന് തോന്നുന്നു, ചിരട്ട കത്തുന്ന പോലെ ഭയങ്കര ഭൂന്നുള്ള സൗണ്ട് ആയി. അപ്പൊ പിന്നെ നമുക്ക് അവിടെ നിൽക്കുന്ന റിസ്ക് ആയി. ഞാൻ ഓൺ ദ സ്പോട്ടിൽ എന്റെ ഫ്രണ്ടിനെ വലിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ പോലും ഞാൻ എന്റെ വണ്ടി എടുക്കാതിരുന്നത്, എന്റെ വണ്ടി ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന വണ്ടിയുടെ അടുത്ത് നിന്ന് അറൌണ്ട് ഒരു 150-200 മീറ്റർ അപ്പുറയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്, എന്റെ വണ്ടിയുടെ അവിടേക്ക് ഇത് ഒരിക്കലും എത്തില്ല എന്നുള്ളത്. പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് അതല്ലല്ലോ ചിന്തിക്കുന്നത്, എങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ളതാണല്ലോ. ഞാനൊരു 6:32 ഇവിടെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി പുറത്തിറങ്ങി. ആദ്യം തന്നെ 112ലേക്കാണ് ഞാൻ വിളിച്ചത്. വിളിച്ചപ്പോൾ ഒരു ലേഡി എടുത്തു. ദെൻ അവര് ഫയർഫോഴ്സ് ട്രിവാൻഡ്രത്തേക്കാണ് കണക്ട് ചെയ്തത്. പുള്ളിക്കാരനെടുത്ത് എനിക്ക് നമ്പർ പറഞ്ഞു തന്നു. ഞാൻ ഈ നമ്പർ എന്റെ ഫ്രണ്ടിന്റെ ഫോണിൽ ഡയൽ ചെയ്ത് 6:34 ഞാൻ ഫയർഫോഴ്സ് തൃശ്ശൂരിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ അവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 6:41 42 ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കത്തി തീർന്നിരുന്നു. എനിക്ക് കൺമുന്നിൽ നിന്ന് എന്റെ വണ്ടി കത്തുന്നത് കാണേണ്ടി വന്നു. എന്ന് വെച്ചാൽ കടക്കാൻ പറ്റാത്ത കണ്ടീഷനായി ഞാൻ ഈ കോൾ ചെയ്യുന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സാറ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് അവിടെ നിന്ന് ഓടി വന്നെങ്കിൽ കൂടി അവരിവിടെ എത്തുമ്പോഴേക്കും തന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു 3 വണ്ടി അവിടെ നിന്ന് ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. ആ സാധനം എനിക്ക് ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അടുത്ത വണ്ടിയിലേക്ക് സ്പ്രെഡ് ആവാതെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആക്ച്വലി ഇത് ആരാണോ ഇതിന്റെ അതോറിറ്റി, റെയിൽവേ ആണോ അതോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ആ പാർക്കിംഗ് അതോറിറ്റി ആരാണോ അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. അത്രയും അടുത്തടുത്താണ് വണ്ടികളെല്ലാം അടക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റാനുള്ള ഒരു സ്പേസ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് അടുത്ത വണ്ടിയിലേക്ക് സ്പ്രെഡ് ആവില്ലായിരുന്നു. സംഭവം കഴിഞ്ഞു. എന്റെ വണ്ടിയും അതില് ബ്ലാസ്റ്റ് ആയി പോയിട്ടുണ്ട്. എനിക്ക് ഇനിയിപ്പോ എന്റെ ഇൻഷുറൻസ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ അനധികൃതമായുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിനടുത്തുള്ള ബൈക്ക് വെക്കണ സ്റ്റാൻഡിന്റെ അവിടെയാണ് ഈ തീപിടുത്തം
ഉണ്ടായത്. ഞായറാഴ്ച വെളുപ്പിനാണ് ഉണ്ടായത്. ഏകദേശം 250ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. ഈ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്ത് അതിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ 25,000 വാട്ടിന്റെ ഇലക്ട്രിക് ലൈൻ പോണ്ടായിരുന്നു. അവിടെ നിന്ന് എവിടുന്നോ ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് ബൈക്കിന്റെ മേലിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അതിലേക്ക് സ്പാർക്ക് വീണിട്ട് അങ്ങനെ തീപിടുത്തം ആരംഭിച്ചതാണോ അതോ ഇലക്ട്രിക് ബൈക്കുകളൊക്കെ തന്നെത്താൻ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ബൈക്കിൽ നിന്ന് ഉണ്ടായതാണോ? അപ്പൊ എന്താണ് അതിന്റെ സോഴ്സ് എന്നുള്ളത് അന്വേഷിച്ച് വരുന്നുള്ളൂ. അതിനെപ്പറ്റി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഏരിയ ആയതുകൊണ്ട് റെയിൽവേ അധികൃതരോട് ഇതിനെപ്പറ്റി വിശദമായി പരിശോധന നടത്താനും അന്വേഷണം നടത്താനും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കോർപ്പറേഷൻ സെക്രട്ടറിയോട് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള അനധികൃതമായ പേ ആൻഡ് പാർക്ക് സ്ഥലങ്ങൾ അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കാനും അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനുമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാവാൻ പാടില്ല, അതിനെതിരെ നടപടികൾ എടുക്കാനുള്ള സ്റ്റെപ്പുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ബൈക്ക് കത്തി നശിച്ചവർക്ക് അതിന്റെ പണം കിട്ടാനുള്ള നടപടികൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്പുമായി മുന്നോട്ട് പോകണം. ഇത്തരത്തിലൊരു അപകടം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഗൈഡ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ. കഴിഞ്ഞ ദിവസം പാർക്കിംഗ് ഗ്രൗണ്ടിലുള്ള അഗ്നിബാധയിൽ ഏകദേശം 250-300 വാഹനങ്ങൾ കത്തിനശിക്കുകയുണ്ടായി. അവിടെ സംഭവിച്ച രീതിയിലുള്ള അപകടങ്ങൾ ഇനി പല പാർക്കിംഗ് ഗ്രൗണ്ടിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഇത്തരം പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ തീർച്ചയായിട്ടും മതിയായ അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ നിർബന്ധമായും ഏർപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട അവിടെ നിൽക്കുന്ന കെയർടേക്കർമാർക്ക് അതിന് വിദഗ്ധമായ പരിശീലനവും നൽകേണ്ടതാണ്. അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കിട്ടിയാൽ മാത്രമേ ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ അവർക്ക് അത് ഉപയോഗിക്കാനും അതുവഴി തീർച്ചയായിട്ടും ആ ഒരു ഗോൾഡൻ മൊമെന്റിൽ അവർ ആക്ട് ചെയ്യുന്നതോടുകൂടി ആ ഫയർ അവിടെ നമുക്ക് പുട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും മറ്റ് അനിഷ്ട സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ സാധിക്കും. ആ കാണുന്ന വ്യക്തികൾ പാനിക് ആവാതെ പെട്ടെന്ന് തന്നെ അവിടെ ആക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ വലിയ റിസൾട്ട് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഫയർ ലൈൻ സ്ഥാപിക്കുക. കാരണം പരിസരത്തുള്ള പുല്ലുകളിൽ നിന്നും തീ പടർന്ന് ഇതിലോട്ട് വ്യാപിക്കാതിരിക്കാൻ ഫയർ ലൈൻ സ്ഥാപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കവാടങ്ങളിൽ മെയിനായിട്ട് ഈ എമർജൻസി സർവീസുകളുടെ നമ്പർ വ്യക്തമായി എഴുതി സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള നമ്പറുകളുടെ അപര്യാപ്തത മൂലമാണ് കൂടുതൽ സമയങ്ങളിലും ഫയർഫോഴ്സിന് ആക്ട് ചെയ്യാൻ താമസിക്കുന്നത്. കാരണം പലപ്പോഴും ആളുകൾക്ക് 101 കിട്ടിയില്ലെങ്കിൽ 101 പലപ്പോഴും പല ഫോണിലും കിട്ടുന്നതിന് പലയിടത്തും വ്യത്യാസമുണ്ട്, ചില സമയത്ത് കിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങൾ മറ്റൊരു ഫോൺ നമ്പർ അറിയാത്തതുകൊണ്ട് ആളുകൾ പലപ്പോഴും പോലീസിനെ ആശ്രയിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ജനപ്രതിനിധികളെ ആശ്രയിക്കുക, അതിനുശേഷം അവരിൽ നിന്നും ഫയർഫോഴ്സിലോട്ട് വിളിക്കുക. ആ ഒരു ടൈം ഡിലേ അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. ആ ടൈം ഡിലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത് വളരെയധികം ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള സംരംഭങ്ങളെല്ലാം തന്നെ ഫയർഫോഴ്സിന്റെ നമ്പർ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അതാത് കൺസേൺഡ് സ്റ്റേഷനുകളുടെ നമ്പർ വ്യക്തമായി എഴുതി സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലും വ്യക്തമായ ലാൻഡ് നമ്പറുകളുണ്ട്. ആ ലാൻഡ് നമ്പർ എല്ലാവരും അവരവരുടെ ഇതിൽ സൂക്ഷിക്കേണ്ടതാണ്. അത്തരത്തിൽ ഒരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഉടൻ തന്നെ അത് ഫയർഫോഴ്സിനെ അറിയിക്കുകയും കൃത്യമായി 1 മിനിറ്റിനകം തന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നതുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത് തീർത്തും സൗജന്യമായ ഒരു സേവനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവരം അറിയിക്കുക. നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. വാഹനം എന്നത് പലരുടെയും സ്വപ്നമാണ്. സമ്പാദ്യത്തിലെ ചെറിയ തുക മാറ്റിവെച്ച് ആ സ്വപ്നത്തിലേക്ക് എത്തിയവരാണ് ഭൂരിഭാഗം ആളുകളും. പക്ഷേ ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം കത്തിയമർന്നത്. ഈ വിഷയത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണവും നഷ്ടം സംഭവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരവും കഴിയുന്നത്ര വേഗം ലഭ്യമാക്കുക എന്നതാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട നടപടി. ഒപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.